Dear students, welcome to English class. 10th standard, poetry. So it is the name of the poem. Kavithayude പേര് തന്നെ poetry എന്നാണ്. And this is the last poem of the 10th standard total units. മൊത്തം യൂണിറ്റിൽ നമുക്ക് എടുക്കാനുള്ള ഒരേ ഒരു കവിത ഇത് മാത്രമാണ് ഇനി പോയട്രി. പോയട്രി എന്ന പോയം, കവിത എന്ന കവിത, കവിതയുടെ പേര് കവിത, എഴുതിയത് പാബ്ലോ നെരൂദ. വലിയ പേരാണ് ഇത്, പെണ്ണേമാണ്. മുഴുവൻ പേര് നെഫ്റ്റാലി NEFTALI നെഫ്റ്റാലി റിക്കാർഡോ RICARDO നെഫ്റ്റാലി റിക്കാർഡോ Reyes, Neftali Ricardo Reyes Basanalto. ഈ പേരാണ് പാബ്ലോ നെരൂദ എന്ന ലോകപ്രശസ്തമായ പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ അത് രാജ്യവും അവിടുത്തെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓരോരോ പേരുകളും. വലിയ പേരാണ്, പക്ഷെ ആള് വലിയ ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അറിയപ്പെടുന്ന പേര് ചെറിയ പേരാണ്. കണ്ടോ, പാബ്ലോ നെരൂദ. So this poem is about poetry. Poem is about poetry. കവിത, കവിതയെ കുറിച്ചാണ്. And what does he say? എന്താണ് പറയുന്നത് നോക്കുക. In this poem, the poet shares his experience of being embraced by creativity. നോക്കൂ, സൃഷ്ടി എന്ന അവസ്ഥ ഒരു നാൾ അദ്ദേഹത്തെ തേടിയെത്തി. That means poetry came, one day, ഒരു നാൾ, പോയട്രി, അതിന് പകരം ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് ഇവർ കൊടുത്തിരിക്കുന്നത് ക്രിയേറ്റിവിറ്റി എന്നാണ്. വൺ ഡേ പോയട്രി, ദാറ്റ് ഈസ് ക്രിയേറ്റിവിറ്റി, came in search of him. അപ്പൊ ഇവിടെ മാഷ് എഴുതി വെച്ച് പ്രത്യേകം ശ്രദ്ധിക്കുക. പോയട്രി, പോയറ്റിനെ തേടി വന്ന അവസ്ഥ, കവിത കവിയെ തേടി വന്ന അവസ്ഥ. വലിയ ആശയമാണ്. പണ്ട് ബിരുദ ക്ലാസ്സിൽ, പിന്നീട് പ്ലസ് ടുവിന്, ഇപ്പോഴത്തെ SSLC ക്ലാസ്സിൽ കുറച്ച് വർഷമായിട്ട്. അപ്പോഴ് പഠനത്തിന്റെ നിലവാരം അല്ലെങ്കിൽ നമ്മൾ ഗ്രഹിക്കുന്നത് അത് ഉയരുന്നു, അല്ലെങ്കിൽ ഉയർന്ന നിലവാരത്തിൽ ഗ്രഹിക്കണം എന്നതാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അല്പം വിഷമം പിടിച്ചൊരു കവിതയാണ് ആശയം കൊണ്ട്. മറ്റുള്ള കവിത മാതിരി നമുക്കൊരു ഇൻസിഡന്റ് ചോദിച്ചിട്ടൊന്നും എഴുതാൻ പറ്റില്ല. കവിയും കവിതയും, ഇതാണ് ആശയം. സോ ദ തീം ഓഫ് ദിസ് പോയം ഈസ് പോയട്രി ആൻഡ് പോയം. Poem and poetry. That is, one day the poem came in search of him. ഒരു നാൾ കവിത അദ്ദേഹത്തെ തേടിയെത്തി. കവിത അദ്ദേഹത്തെ തൊട്ടു, കവിത അദ്ദേഹത്തെ പുണർന്നു, കവിത അദ്ദേഹത്തിന്റെ മനസ്സിൽ ചേക്കേറി. So the poetry, അതിനർത്ഥം the poet didn't go in search of the poem. കവി കവിതയെ തേടി അലഞ്ഞതല്ല, കവിത നേരിട്ട് ഈ മനുഷ്യനിലേക്ക് വന്നു അനുഭവത്തിലൂടെ, ത്രൂ എക്സ്പീരിയൻസ്.
ഇതാണ് കവിതയുടെ സാരാംശം, ബേസ് മീനിങ്. മനസ്സിലായില്ല? എന്താണ്? സൃഷ്ടി എന്ന അവസ്ഥ ഒരു നാൾ അദ്ദേഹത്തെ തേടിയെത്തി. That is poetry, that is creativity. One day creativity came in search of the poet. ഒരു നാൾ, ഏത് ദിവസം എന്നറിയില്ല, എവിടെ വെച്ചാണെന്നറിയില്ല, എപ്പോഴാണെന്നറിയില്ല, ഇതൊന്നും ഒരാൾക്ക് ഓർമ്മയുണ്ടാവില്ല. എപ്പോഴാണ് ആദ്യമായി കവിത എഴുതാൻ തുടങ്ങിയത്, കഥ എഴുതാൻ തുടങ്ങിയത്, എപ്പോഴാണ് നമ്മൾ ആദ്യമായി സംസാരിച്ചു തുടങ്ങിയത്, എപ്പോഴാണ് നമ്മൾ ഒരു വാക്ക് ആദ്യം ഉപയോഗിച്ചത്, ഇതൊന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. കാരണം മിച്ചറാവുന്നതിന് മുൻപ് വരുന്ന കാര്യങ്ങളാണ്. പക്വത അല്ലെങ്കിൽ പ്രായം അല്ലെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥാവിശേഷത്തിന് മുന്നിൽ തന്നെ വരുന്നതാണ്. വായിച്ചു നോക്കാം. നോക്കൂ, പോയട്രി ഓർക്കണം, ബൈ പാബ്ലോ നെരൂദ. പോയട്രി. And it was at the age, അക്കാലത്തായിരുന്നു. It was at that age, എൻ്റെ അക്കാലത്തായിരുന്നു. ഇനി ചോദ്യം, എക്കാലത്ത്, at what age? When he was a wanderer, when he was a teenager, or when he was a youth. അദ്ദേഹം ഒരു യുവാവായിരുന്ന കാലത്ത്, കൗമാരപ്രായം കഴിഞ്ഞ് യൗവനത്തിലേക്ക് നടക്കുന്ന കാലത്ത്, അദ്ദേഹം ആരുമല്ലാതിരുന്ന കാലത്ത്, ഒന്നുമല്ലാതിരുന്ന കാലത്ത്. That means when he was an unknown person as others, മറ്റുള്ളവരെ പോലെ ചെറുപ്പത്തിൽ യൗവനത്തിൽ മറ്റുള്ളവരാൽ അറിയപ്പെടാത്ത വ്യക്തിയായിരുന്ന കാലത്ത്. ദാറ്റ് ഈസ് അറ്റ് ദാറ്റ് ഏജ്. അക്കാലത്താണ്, ആ സമയത്താണ് പോയട്രി എറാഡ്, കവിത വന്നത്. പോയട്രി എറാഡ് ഇൻ സെർച്ച് ഓഫ് മീ, എന്നെ തേടി കവിത എത്തിയത് അക്കാലത്താണ്. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല എൻ്റെ കൂട്ടുകാരാ, എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല സുഹൃത്തെ, എനിക്കറിയില്ല. Where it came from, where, എവിടെ നിന്ന്? It means the poem. Where it came from, എവിടെ നിന്നാണ് കവിത വന്നതെന്ന് എനിക്കറിയില്ല. From winter or river, ഋതുക്കളാണേ. From winter or river. ഇപ്പൊ റിവർ എന്ന് പറഞ്ഞത് ഇവിടെ റെയിനി സീസൺ ഉണ്ട്, അവിടെ റെയിനി സീസൺ ഇല്ല. എവിടെയാണെങ്കിലും വെള്ളം ഉണ്ടാവും. ഒന്നുകിൽ മഞ്ഞുരുകിയിട്ട് മഞ്ഞ് മല ഉരുകിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വെള്ളം ഉണ്ടാവും. അപ്പം വെള്ളം ഉണ്ട് ഇവിടെ, വെള്ളമുള്ള കാലത്ത് പുഴയിൽ നിന്ന്. അതായത് മലയാളം പറയുകയാണെങ്കിൽ ശൈത്യത്തിൽ നിന്നാണോ, പുഴയുടെ കുളിരിൽ നിന്നാണോ, ശൈത്യത്തിൽ നിന്നാണോ, അഥവാ പുഴയുടെ കുളിരിൽ നിന്നാണോ, കുളിർമയുള്ള അവസ്ഥയിൽ നിന്നാണോ? മഞ്ഞ് പെയ്താലും കുളിർമയാണ്. അത് ഉറച്ച് വെള്ളമായിട്ടൊഴുകി പുഴ നിറയും. ഇപ്പം നമ്മുടെ ഗംഗയിൽ പോലും ഹിമവാന്റെ വശങ്ങളിലുള്ള മഞ്ഞുരുകിയിട്ട് ഗംഗയിൽ വെള്ളപ്പൊക്കം ഉണ്ടാവാറുണ്ട്, വെള്ളം നിറയാറുണ്ട്. അവിടെ ഏത് അവസ്ഥയിൽ നിന്നാണ് അവൾ വന്നതെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വേർ ഇറ്റ് കെയിം ഫ്രം വിന്റർ, സുഖകരമായ ശൈത്യത്തിൽ നിന്നാണോ, ഓർ റിവർ, പുഴയുടെ കുളിരിൽ നിന്നാണോ? ഐ ഡോണ്ട് നോ ഹൗ ഓർ വെൻ. അപ്പോഴ് at that age means at that time. At that unknown child, ആരും അറിയാത്ത അക്കാലത്ത്, എനിക്ക് പോലെ എന്നെ കുറിച്ച് ശരിക്കും അറിയാത്ത കാലത്ത്, she came, അവൾ വന്നു. she came, who, ആര് വന്നു? പോയം, കവിത വന്നു. ഫ്രം, where, എവിടെ നിന്ന്? when, എപ്പോഴെന്ന്? how, എങ്ങനെയെന്ന്? I don't know, എനിക്കറിയില്ല. കവിത വന്നു. I only know that she came and she touched me and she embraced me. അവൾ വന്നതായിട്ടും, അവൾ എന്നെ സ്പർശിച്ചതായിട്ടും, അവൾ എന്നെ പുണർന്നതായിട്ടും, അവൾ എന്റെ മനസ്സിൽ ചേക്കേറിയതായിട്ടും എനിക്കറിയാം. വെൻ, എപ്പോൾ? നോ കറക്റ്റ്ലി, കൃത്യമായിട്ട് അറിയില്ല. വേർ, എവിടെ നിന്ന്? ഓർമ്മയില്ല. ഹൗ, എങ്ങനെ? അത് ഓർമ്മയില്ല. ആൻഡ് ഷീ കെയിം, ഇറ്റ്സ് എ ഫാക്ട്. അവൾ വന്നു എന്നുള്ളതൊരു സത്യമാണ്. Once again, poetry.
And it was at that age, ആ കാലത്താണ് പോയട്രി അറൈവ്, പഠിച്ച വാക്കാണ് അറൈവ്, എത്തിച്ചേരുക. Arrive means reach. She reached in search of me, എന്നെ തിരഞ്ഞു വന്നു. Poetry arrived in search of me, എന്നെ തിരഞ്ഞു വന്നു അവൾ. I don't know, എനിക്കറിയില്ല. I don't know, എനിക്കറിയേയില്ല. Where, എവിടെ നിന്നു? It came from winter, ശൈത്യകാലത്തിൽ നിന്നാണോ, ശൈത്യത്തിൽ നിന്നാണോ, or a river, പുഴയിൽ നിന്നാണോ, പുഴയുടെ കുളിരിൽ നിന്നാണോ? I don't know, എനിക്കറിയില്ല കൂട്ടുകാരാ. ഹൗ, എങ്ങനെയെന്ന്, ഓർ വെൻ, എപ്പോഴെന്ന്. ഒരു ക്വസ്റ്റ്യൻ പറയണം. വെൻ, എപ്പോൾ, ഹൗ, എങ്ങനെ, വേർ, എവിടെ. ഐ ഡോണ്ട് നോ, എങ്ങനെ നിന്നു, എവിടെ നിന്നു, എപ്പോഴെന്നോ എനിക്കറിയില്ല. ബട്ട് ദ ഫാക്ട് ഈസ് ദാറ്റ്, ദ ട്രൂത്ത് ഈസ് ദാറ്റ് she came and touched me, she came and embraced me, she came and entered my mind. No, they were not voices. അത് കേവലം ശബ്ദമല്ല, കവിത കേവലം ശബ്ദമല്ല. പാടി കൊട്ടിഘോഷിച്ച് തുള്ളിച്ചാടി പാടി നടക്കാനുള്ള ഒരു സാധനമല്ല കവിത. അർത്ഥപൂർണമായ വാക്കുകളാണ്, അർത്ഥപൂർണമായ വാക്കുകളാണ്, meaningful words ആണ്. The combination of meaningful words, അർത്ഥപൂർണമായ വാക്കുകൾ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നതിലപ്പുറത്തേക്കുള്ള ആശയം അതിലുണ്ടാകും. അതുകൊണ്ട് എനിക്ക് അറിയാം കവിത അപ്രകാരത്തിലാണെന്ന്. ഇത് കേവലം ശബ്ദമല്ലെന്ന്. They were not words, അല്ല. ഇത് കേവലം വാക്കുകളും അല്ല, മീനിങ്ലെസ് വേർഡ്സ് അല്ല, മീനിങ്ലെസ് വോയിസ് അല്ല, അർത്ഥമില്ലാത്ത ശബ്ദമല്ല, അർത്ഥമില്ലാത്ത വാക്കുമല്ല. ആൻഡ് നോർ സൈലൻസ് അല്ല. കവിത കേവലം നിശബ്ദതയുമല്ല. കവിത എന്തല്ല? നോട്ട് വോയിസ് അല്ല, നോ വേർഡ്സ്, മിയർ, കേവലം വാക്കുകൾ അല്ല, കേവല ശബ്ദം അല്ല. ആൻഡ് these are not voice, these are not words, or it is not silence. എന്നാൽ അത് കേവല മൗനവുമല്ല, മിണ്ടാതിരിക്കലല്ല കവിത. മൃദുലമായ അർത്ഥപൂർണമായ ശബ്ദത്തിൽ ചൊല്ലുന്നതും അതുപോലെ തന്നെ വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള വാക്കുകളാൽ രചിക്കപ്പെടുന്നതും. കവിത നോവൽ പോലെയോ നാടകം പോലെയോ വലുതല്ല, ചെറുതായിരിക്കും. And it was at that age, അതുകൊണ്ട് കവി പറയുന്നു അക്കാലത്താണ് അവൾ വന്നത്. Poetry arrived, കവിത വന്നത്. In search of me, എന്നെ തിരഞ്ഞു വന്നത്. I don't know, എനിക്കറിയില്ല. Where it came from, അവൾ എവിടെ നിന്ന് വന്നു? From winter, ശൈത്യത്തിൽ നിന്നാണോ, or a river, പുഴയിൽ നിന്നാണോ? I don't know, എനിക്കറിയില്ല. How or when, എങ്ങനെ വന്നു, എപ്പോൾ വന്നു. No, they were not voices. പക്ഷെ ഒന്ന് എനിക്കറിയാം, അല്ല, അവ കേവല ശബ്ദമല്ല. They were not words, അല്ല, അവ കേവലം വാക്കുകളല്ല. Nor silence, അല്ല, അവ കേവലം നിശബ്ദതയുമല്ല. ഇനി എവിടുന്നാ വന്നത്? But from a street, ഒരു പക്ഷേ ഒരു തെരുവിൽ നിന്നായിരിക്കാം. തെരുവിലേതെങ്കിലും ഭീകരമായ, ഭയാനകമായ, സങ്കടകരമായ കാഴ്ച കണ്ടപ്പോൾ തോന്നിയതായിരിക്കാം. മേ ബി എ സൈറ്റ് ഓഫ് ദ സ്ട്രീറ്റ്, മേ ബി എ സാഡ് സൈറ്റ് ഓഫ് ദ സ്ട്രീറ്റ്, മേ ബി എൻ ആക്സിഡന്റ്, ഒരു തെരുവിൽ വെച്ച് നടന്നൊരു അപകടമായിരിക്കാം. ഒരേ ഫയറിംഗ്, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി പട്ടാളമോ പോലീസോ നടത്തിയ വെടിവെപ്പായിരിക്കാം. അതിൽ മരിച്ചു വീഴുന്നവരെ കണ്ടിട്ടായിരിക്കാം. എന്തായാലും ശരി, ഒരു പക്ഷേ തെരുവിൽ നിന്നായിരിക്കാം. I was summoned, അവൾ എന്നെ വിളിച്ചതാണ്. I was summoned, S-U-M-M-O-N, summoned means called, someone means called. She called me, അവൾ എന്നെ വിളിച്ചതാണ്. Maybe from winter, maybe from river, or perhaps most probably it might be from the street. I was summoned, എന്നെ അങ്ങോട്ട് വിളിക്കപ്പെട്ടതാണ്. From the branches of night, ഒരുപക്ഷെ രാത്രിയാകുന്ന ആ വൻമരത്തിന്റെ ശിഖരങ്ങളിൽ നിന്നായിരിക്കാം. 1ാം ക്ലാസ് പഠിച്ചതാണ്. നൈറ്റ് ഈസ് എ ഹ്യൂജ് ട്രീ എന്ന്. നക്ഷത്ര പൂക്കൾ വിടരുന്ന, മൂൺ എന്ന ഫ്രൂട്ട് തൂങ്ങിക്കിടക്കുന്ന
മേഘങ്ങളാകുന്ന ബ്രാഞ്ചുകളുള്ള ദ ഹ്യൂജ് ട്രീ കവറിംഗ് ദ എർത്ത്, ഭൂമിയെ പൊതിഞ്ഞു നിൽക്കുന്ന വലിയ വൻമരം, അതാണ് രാവ്. ആ രാവിന്റെ ചില്ലകളിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ ഏകയായിട്ടിരുന്ന് പാടുന്ന രാപ്പാടിയുടെ ശബ്ദമായിട്ടിരുന്നായിരിക്കാം, അല്ലെങ്കിൽ നിലാവിന്റെ ഭംഗിയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നക്ഷത്രത്തിന്റെ തിളക്കത്തിൽ നിന്നായിരിക്കാം. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഫ്രം വേർ ദ പോയറ്റ് came to me. എനിക്ക് കവിത ഉണ്ടായത്, എൻ്റെ മനസ്സിൽ കവിത കുടിയേറിയത്, എൻ്റെ മനസ്സിലേക്ക് കവിത ചേക്കേറിയത്. ഫ്രം വേർ ഐ ഡോണ്ട് നോ, ഷീ കെയിം ടു മൈ മൈൻഡ്. ഫ്രം ദ വിൻഡർ, നോ ഐ ഡോണ്ട് നോ. ഫ്രം ദ റിവർ, നോ ഐ ഡോണ്ട് നോ. ഫ്രം ദ സ്ട്രീറ്റ്, അറിയില്ല. ഫ്രം ദ നൈറ്റ്, അറിയില്ല. ബട്ട് വൺ തിങ് ഐ നോ, ദാറ്റ് I began to write a poem one day without any arrangement, without any preparation. ഒരു ഒരുക്കവുമില്ലാതെ, ഒരു തയ്യാറെടുപ്പുമില്ലാതെ ഒരു നാൾ ഞാൻ കവിത എഴുതി. ആ കവിത, so here the poem is personified. ഇവിടെ ആശയമുണ്ട്. നമ്മൾ ഒന്നാമത്തെ കവിതയിൽ, വെളിച്ചത്തിന്റെ കവിതയിൽ പഠിച്ച മാതിരി പെർസോണിഫിക്കേഷൻ പഠിച്ചതാണ്. പെർസോണിഫിക്കേഷൻ കണ്ടാ, PERSONIF, personification. ഇവിടെ എന്തിനായിട്ടാണ് പേഴ്സണായിട്ട് ചെയ്തിരിക്കുന്നത്? ദ ഐഡിയ ഓഫ് ദ പോയം ഈസ് പെർസോണിഫൈഡ് ആസ് എ പേഴ്സൺ. ഇവിടെ കവിത എന്ന ആശയത്തെ വ്യക്തിയായിട്ടാണ് കവി കാണുന്നത്. ഒന്നാമത്തെ കവിതയിൽ വസന്തത്തെ അല്ലെങ്കിൽ സ്പ്രിംഗ് സീസണെ വ്യക്തിയായിട്ടാണ് കണ്ടത്. വസന്തം വന്നപ്പോൾ എന്ന്. ഇവിടെ കവിത വന്നപ്പോൾ, ഇതാണ് കവിതയിലെ ആശയങ്ങൾ. അപ്പോൾ ഇവിടെ പെർസോണിഫിക്കേഷൻ എന്നൊരു അവസ്ഥയുണ്ട്. ഫ്രം ദ ബ്രാഞ്ചസ് ഓഫ് നൈറ്റ്, അബ്രപ്റ്റ്ലി, അതാണ് അബ്രപ്റ്റ്ലി, ABRUPTLY, മീൻസ് സഡൻലി, SUDDENLY. അബ്രപ്റ്റ്ലി മീൻസ് സഡൻലി, അൺഎക്സ്പെക്ടഡ്, അപ്രതീക്ഷിതമായിട്ടാണ് അവൾ എൻ്റെ അരികിലേക്ക് വന്നത്. ഫ്രം ദ അതേഴ്സ്, എന്തായാലും എന്നിൽ നിന്നല്ല കവിത വന്നത്. ഫ്രം ദ അതേഴ്സ്, മറ്റുള്ളവരിൽ നിന്നാണ്. അതേഴ്സ് മെയ്ഡ് മീ ടു റൈറ്റ്, മറ്റുള്ളവരാണ് എന്നെ കൊണ്ട് എഴുതിച്ചത്. മേ ബി ദെയർ ഗുഡ് ബിഹേവിയർ, അവരുടെ നല്ല പെരുമാറ്റമായിരിക്കാം. മേ ബി ദെയർ ബാഡ് ബിഹേവിയർ, ഒരുപക്ഷെ അവരുടെ മോശമായ പെരുമാറ്റമായിരിക്കാം. മേ ബി ദെയർ ആങ്കർ, മേ ബി ദെയർ ഇൽവിൽ, അവർ ദുഷ്ടചിന്തയായിരിക്കാം, കോപമായിരിക്കാം. ആൻഡ് മേ ബി ദ ബാഡ് എക്സ്പീരിയൻസസ് ഓഫ് ദ നേച്ചർ, പ്രകൃതിയിൽ നിന്നും ഉണ്ടായ ദുരനുഭവമായിരിക്കാം. ഒരുപക്ഷെ ഉരുൾപൊട്ടലായിരിക്കാം, അല്ലെങ്കിൽ വെള്ളപ്പൊക്കമായിരിക്കാം, അല്ലെങ്കിൽ വരൾച്ചയായിരിക്കാം, അല്ലെങ്കിൽ പ്രകൃതിയുടെ സൗന്ദര്യമായിരിക്കാം. ദ ബ്യൂട്ടി ഓഫ് ദ നേച്ചർ ആയിരിക്കാം. മേ ബി ദ സീ, മേ ബി ദ ലേക്ക്, മേ ബി ദ മൗണ്ടെയിൻസ്, ഓർ രാത്രിയായിരിക്കാം. മേ ബി ദ നൈറ്റ്, ഓർ പകലായിരിക്കാം. മേ ബി ദ ഡേ, ഓർ ഫ്രം ദ സ്ട്രീറ്റ്. ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. Once again, poetry. And it was at that age poetry arrived in search of me. അക്കാലത്താണ് എന്നെ തേടി കവിത എത്തിയത്. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. വേർ ഇറ്റ് കെയിം ഫ്രം, എവിടെ നിന്ന് വന്നു എന്ന് എനിക്കറിയില്ല. ഫ്രം വിൻഡർ ഓർ എ റിവർ, അത് ശൈത്യത്തിൽ നിന്നാണോ, അത് പുഴയിൽ നിന്നാണോ വന്നതെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഹൗ ഓർ വെൻ, എപ്പോഴെന്നോ എങ്ങനെയെന്നോ അറിയില്ല. നോ, ദേ വർ നോട്ട് വോയിസസ്, അല്ല കവിത കേവല ശബ്ദങ്ങളല്ല. ദേ വേർ നോട്ട് വേർഡ്സ്, അല്ല കവിത കേവല വാക്കുകളല്ല. നോ സൈലൻസ്, അല്ല കവിത കേവലം നിശബ്ദതയുമല്ല. ബട്ട് ഫ്രം എ സ്ട്രീറ്റ് ഐ വാസ് സമ്മൺഡ്, എനിക്ക് ഒരു തോന്നി, ഒരു നാൾ കവിത എന്നെ തെരുവിൽ നിന്ന് വിളിച്ചു എന്ന്. ഫ്രം ദ ബ്രാഞ്ചസ് ഓഫ് നൈറ്റ്, എനിക്ക് തോന്നി രാത്രി നിശബ്ദയാമങ്ങൾ എന്നെ വിളിച്ചു എന്ന്. അബ്രപ്റ്റ്ലി ഫ്രം അതേഴ്സ്, എനിക്ക് തോന്നി മറ്റുള്ളവരാണ് എന്നിൽ കവിത ഉണ്ടാക്കിയതെന്ന്. സോ ദിസ് പോയം സേസ് അബൌട്ട് how the poetry came, how the what is the connection between the poem and the poetry. The title of the poem is Poetry. It is written by Pablo Neruda, and that great poet, world-renowned poet, says that one day, abruptly, unknowingly, he began to write poems. And if we want to write a poem, we should have experiences, sad experiences, bad experiences, good experiences. Anyway, we want experience. And he says that he doesn't know from where it came, when it came, how it came. It may come, or it might have come from India, or might have come from the river, or might have
come from the street or might have come from the night. Anyway, one thing I know, poetry came to my mind and I began to write poems. Let us continue tomorrow. Thank you.